നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിദാരിദ്ര്യം മാറ്റേണ്ടത് ജനങ്ങളുടെ അവകാശമാണെന്നും ഔദാര്യമല്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തെ മുഖ്യമന്ത്രി അതിദാരിദ്ര്യ മുക്തമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിദാരിദ്ര്യം മാറിയതിന്റെ കണക്ക് പെരുപ്പിച്ച് കാട്ടരുത്, 5 വർഷം കൂടി ഭരണം തട്ടാനാണിതെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. ഞങ്ങളെ ഭരണം ഏൽപ്പിക്കൂ, വീട് പണിതു തരാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ പിന്നാക്ക വിഭാഗത്തിനായി നഗരസഭ 3.5 ഏക്കർ ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ നൽകാനുള്ള പരാതിയുടെ ജനകീയ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എംപിക്ക് പദ്ധതികൾ നേരിട്ട് നടത്താൻ നിയമം വേണം. ചാവക്കാട് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അനുമതി തരുന്നില്ല. ജനങ്ങൾക്കാണ് നഷ്ടമെന്നും നിസ്സഹകരണമാണ് എല്ലായിടത്തുമെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. എന്തായാലും ഗുരുതരമായ ഒരു ആരോപണമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ, അതായത് കേരളം അതിദാരിദ്ര്യം മുക്തമായി എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. കേരളം അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ വെട്ടിപ്പും പച്ച നുണകളുടെ സമാഹാരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു. ആ സ്ത്രീ അതിദരിദ്രരുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേ എന്നും വി ഡി സതീശൻ ചോദിച്ചു. ദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തിനായി വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പിറവി ദിനത്തിൽ അപകടകരമായ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോൾ തന്നെ പല ആനുകൂല്യങ്ങളും ആവശ്യമില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പിന്നാക്കാവസ്ഥയുണ്ടെന്ന് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. ഒരു ആനുകൂല്യങ്ങളും ആവശ്യമില്ല, സമ്പന്ന സംസ്ഥാനമാണെന്ന തെറ്റായ പ്രഖ്യാപനം അപകടകരമാണ്. ഇത് പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും. നിലവിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ തന്നെ പണമില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. തിരഞ്ഞെടുപ്പ് കാലത്ത് 2500 കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ 2000 രൂപ നൽകുമെന്ന് പറയുന്നത് തട്ടിപ്പാണ്. തിരഞ്ഞെടുപ്പിന് തലേന്നില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടത്തുന്ന പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തെ കുഴപ്പത്തിലാക്കും. കേന്ദ്ര സർക്കാരിന് അവസരമുണ്ടാക്കി കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിക്കുകയുണ്ടായി. നിയമസഭാ സമ്മേളനം സർക്കാർ തന്നെ പ്രഹസനമാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് ആരോപിച്ചിരുന്നു. കേരളം അതിദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയാണ് നിയമസഭ വിളിച്ചു ചേർത്തത്. എല്ലാ മാധ്യമങ്ങളും കോടികൾ നൽകി പരസ്യം നൽകി അതേ കാര്യങ്ങൾ വീണ്ടും നിയമസഭയിൽ 140 MLA-മാരെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വീണ്ടും വായിച്ചു കേൾപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി നിയമസഭയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചുവെന്നും വി ഡി സതീശൻ അന്ന് പ്രതികരിച്ചിരുന്നു. LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രകടന പത്രികയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമദരിദ്രരുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ചുരുങ്ങിയത്? കേന്ദ്ര സർക്കാരിന്റെ AAY കാർഡുള്ള ദരിദ്രരിൽ അതിദരിദ്രരായ 5,91,194 പേർ കേരളത്തിലുണ്ടെന്ന് നിയമസഭയിൽ മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. 4.5 ലക്ഷം പരമദരിദ്രരെന്ന CPM-ന്റെ കണക്കും 5,91,194 ദരിദ്രരുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തലും നിലനിൽക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് അഗതികൾക്ക് വേണ്ടിയുള്ള ആശ്രയം പദ്ധതിയിലും 1.5 ലക്ഷം പേരുണ്ടായിരുന്നു. അതിന്റെയും എണ്ണം കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. മാത്രമല്ല, ആദിവാസി കുടുംബങ്ങൾക്ക് സമ്പന്നരാണോ എന്നതടക്കമുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനം പൊള്ളത്തരമാണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.